യുദ്ധകാണ്ഡത്തിൽ ഹനുമൽ ഭരത സംവാദം, അയോധ്യാപ്രവേശം, രാജ്യ അഭിഷേകം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയ ദീപാവലിയും ഉണ്ടാക്കണം. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാനേവരും. ചാരുവിമാനഗ്ര സംസ്ഥിതന ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും മേരുമഹാഗിരി മൂർധനി ശോഭയ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. സുഗ്രീവനെ കനിവോട് പുണർന്നത ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാദുകാദ്വന്ദ്വവും. ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്കനി വൈശ്രവണൻ തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയുമില്ല ഒരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്നളകാപുരി പുക്ക് വിമാനവും. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു. മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദാ. വാനര നാരീജനത്തിനും
കൗസല്യതാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൽ അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാരോ നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവൃതമാരായി അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും. തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരു വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യ വ്യജനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. പ്രിയ സജ്ജനങ്ങൾക്ക് രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ഒരു നിമിഷം തൻ്റെ ഭർത്താവിനെ സംശയിച്ചു പോയ സീതാദേവി എന്താണ് പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടത് എന്ന് വാൽമീകി മഹർഷിയോട് ആരായുന്നു. മഹർഷി പറയുന്നു, ലളിതാ സഹസ്രനാമ അർച്ചന. എങ്ങനെ ചെയ്യണം? സഹസ്രദള പത്മങ്ങളാൽ 1000 ഇതളുള്ള താമരപ്പൂ നിവേദിച്ചുകൊണ്ട് ഓരോ മന്ത്രത്തിനും ഒരു താമരപ്പൂ എന്ന രീതിയിൽ 1000 താമരപ്പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സഹസ്രനാമ അർച്ചനയിലൂടെ ഒരു നിമിഷം തൻ്റെ ഭർത്താവിനെ സംശയിച്ചതിൻ്റെ പേരിലുള്ള ആ പാപം മാറി കിട്ടും എന്ന് മഹർഷി പറഞ്ഞപ്പോൾ വളരെ സന്തോഷവതിയായി സീതാദേവി. പക്ഷെ ഒരു കാരണവശാലും ഈ പൂജ മുടക്കാൻ പാടില്ല. പക്ഷേ ഈ സഹസ്രദള പത്മങ്ങൾ എവിടെ കിട്ടും? അപ്പോൾ ഹനുമാൻ പറയുന്നു, അത് ഞാൻ ഏറ്റിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കാട്ടിലെ ഒരുപാട് പൊയ്കകളിൽ 1000 ഇതളുള്ള താമരകൾ കണ്ടിട്ടുണ്ട്, ഞാനത് എത്തിക്കാം. അങ്ങനെ ആ മഹത്തായ അർച്ചന തുടങ്ങിയാണ്. ഇതേ സമയത്ത് അയോധ്യയിൽ രാമൻ്റെ അശ്വമേധയാഗത്തിൻ്റെ പുറപ്പാടാണ്. അശ്വമേധയാഗം എന്താണെന്ന് നമുക്കറിയാം. രാമൻ്റെ കുതിര കടന്നു പോകുന്ന വഴികളെല്ലാം രാമനെ അംഗീകരിക്കുന്നവരായിട്ട് തീരണം. മഹാചക്രവർത്തി അന്ന് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ഇന്ന് കുതിരയെ നമുക്ക് അഴിച്ചുവിടാൻ കഴിയില്ല. അന്ന് കുതിരയെ അഴിച്ചുവിട്ടുകൊണ്ട് ശക്തിയെ സ്ഥാപിക്കുക എന്നതായിരുന്നു അന്നത്തെ ചക്രവർത്തിമാർ ചെയ്തത്. രാമൻ്റെ അശ്വം കടന്നുപോയ വഴികളെല്ലാം രാമൻ്റെ അധീനതയിൽ രാമന് കപ്പം കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന രാജ്യങ്ങളായി, രാമനെ ചക്രവർത്തിയായിട്ട് അംഗീകരിക്കുന്ന രാജ്യങ്ങളായി തീരുമ്പോൾ തന്നെ ഇവിടെ സീതാദേവിയുടെ ലളിതാ സഹസ്രനാമ അർച്ചനയും നടക്കുകയാണ്. ഈ കുതിര സഞ്ചരിച്ച് ഒടുവിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ അവിടെ പൂക്കളൊക്കെ തട്ടി ബഹളം കൂട്ടിയപ്പോൾ ഈ കുതിരയെ മക്കൾ പിടിച്ചു കെട്ടി. ലവനും കുശനും ഈ കുതിരയെ പിടിച്ചു കെട്ടി. കുതിരയ്ക്ക് പിറകിൽ വരികയായിരുന്നു ലക്ഷ്മണനും സൈന്യവും. കുതിരയെ അഴിച്ചുവിടാൻ പറഞ്ഞു. മക്കൾ പറഞ്ഞു, അഴിച്ചുവിടില്ല. കാരണം ഇത് നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമല്ല, ഇത് കാനനമാണ്, ഇത് ഞങ്ങളുടേതാണ്, ഇവിടെ നിങ്ങളുടെ കുതിരയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല, അതുകൊണ്ട് കുതിരയെ അഴിച്ചുവിടില്ല. അങ്ങനെ വാഗ്വാദങ്ങൾ ഏറെ നീണ്ടപ്പോൾ ലക്ഷ്മണൻ ആയുധം കയ്യിലെടുത്തു, യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ രാമൻ്റെ മക്കൾ അനായാസേന ലക്ഷ്മണനെയും സൈനികരെയും തോൽപ്പിച്ചു. കാരണം രാമൻ്റെ മക്കൾക്ക് രാമൻ്റെ ഗുണം കാണാതിരിക്കില്ലല്ലോ. അതോടുകൂടി ലക്ഷ്മണൻ തിരിഞ്ഞോടുകയാണ്.
ലക്ഷ്മണൻ രാമനോട് പറയുന്നു, ഇങ്ങനെ 2 ചെറിയ കുട്ടികളാണ്, അവർ അത്ഭുത ബാലന്മാരാണ്, അവരാണ് തോൽപ്പിച്ചത്, അതുകൊണ്ട് സാക്ഷാൽ രാമൻ തന്നെ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ രാമൻ പരിവാര സമേതം സൈന്യസമേതം യുദ്ധത്തിനായിട്ട് ആശ്രമത്തിലേക്ക് എത്തുകയാണ്. ഒരു ഭാഗത്ത് രാമൻ, മറുഭാഗത്ത് മക്കൾ. അച്ഛനാണിതെന്ന് തിരിച്ചറിയാത്ത മക്കൾ, മക്കളാണെന്ന് തിരിച്ചറിയാത്ത അച്ഛൻ. ഈ സമയത്ത് ഞാൻ ആരാണ്, എൻ്റെ കഴിവുകൾ എന്താണ്, ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് രാവണനെ ഓർമ്മപ്പെടുത്തിയതുപോലെ രാമനെയും ഓർമ്മപ്പെടുത്തുന്നു. കാരണം ശക്തിയും കഴിവും സാധ്യതയും ബോധിപ്പിച്ചിട്ട് ഈ പ്രശ്നം ഒഴിവായി പോകുന്നുവെങ്കിൽ നല്ലതല്ലേ, നമുക്കൊരു യുദ്ധം ഒഴിവാക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് രാമൻ അവിടെയും നയം എപ്പോഴും പ്രയോഗിക്കും. എല്ലാ നയങ്ങൾക്കും ഒടുവിലാണ് ആയുധം കയ്യിലെടുക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ചൊല്ലിക്കൊട് തല്ലിക്കൊട് ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നൊരു പ്രയോഗം മലബാറിലുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക, പിന്നെ ചെറിയൊരു വേദന കൊടുത്ത് എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഉപേക്ഷിച്ച് കളയൂ എന്ന് പറയുന്നത് പോലെ എന്താണ് ഞാൻ, ആരാണ് ഞാൻ, എന്താണ് എൻ്റെ ശക്തി എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം യുദ്ധം നിങ്ങൾ ആരാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളെക്കാൾ ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് തിരിച്ചടിക്കുന്ന മക്കൾ. ഇതിനിടയിലാണ് ഹനുമാൻ സ്വാമി കാണുന്നു, ആകാശത്തിലൂടെ സഹസ്രദള പത്മങ്ങളുമായി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അച്ഛനും മക്കളും യുദ്ധത്തിന് തയ്യാറായി ആയുധമെടുത്ത് സന്നദ്ധരായി നിൽക്കുന്ന ആ രംഗം കണ്ടതും സീതാദേവിക്കരികിലേക്ക് ഓടിച്ചെന്ന് പറയുന്നു, അമ്മേ, അച്ഛനും മക്കളും യുദ്ധഭൂമിയിലാണ്, ഇപ്പോൾ യുദ്ധം നടക്കും, അമ്മയ്ക്ക് മാത്രമേ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റൊരു പ്രതിസന്ധി, ലളിത സഹസ്രനാമ അർച്ചന നിർത്താൻ പാടില്ല. ഇവിടെ അച്ഛനും മക്കളും പോരടിക്കുന്നു. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം വീണ്ടും സീതയ്ക്കുള്ളിൽ ഉണ്ടായപ്പോൾ അമ്മ തന്നെ പറയുന്നതായിട്ട് തോന്നി. കാരണം അച്ഛനും മക്കളും തമ്മിലടിക്കുന്നു, അതിനെ തീർച്ചയായിട്ടും അവിടെ പരിഹരിക്കേണ്ടത് അമ്മയുടെ കടമയാണ്. അച്ഛനും മക്കൾക്കുമിടയിൽ സംഘർഷമില്ലാതെ നോക്കേണ്ടത് പ്രഥമമായിട്ടും അമ്മയാണ്. അതുകൊണ്ട് ആ ദൗത്യമാണ് ഒന്നാമത്തെ ദൗത്യം എന്നറിയൂ, നീ ഓടിച്ചെല്ലു എന്ന് പറഞ്ഞപ്പോഴാണ് സീതാദേവി അതിൻ്റെ മധ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്നത്. രാമൻ സീതയെ കാണുന്നു, എൻ്റെ സീതയെ. രാമൻ, ഇതാണ് രാമൻ, ഇതാണ് സീതാദേവി. അച്ഛനെയും അമ്മയെയും തിരിച്ചറിയുന്ന മക്കളുടെ വൈകാരിക രംഗം. ഞങ്ങൾ യുദ്ധം ചെയ്യുവാൻ പോയത് അച്ഛനോടായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ തോൽപ്പിച്ചോടിച്ചത് ഇളയച്ഛനെ ആയിരുന്നു. ഇതാണ് ലക്ഷ്മി എന്ന പേരിൽ ഇവിടെ ജീവിച്ച ഈ സ്ത്രീയാണ് ഞങ്ങളുടെ അമ്മയായ സീതാദേവി. ഈ സീതാദേവിയെ കാണുവാനാണ് ഞങ്ങൾ അയോധ്യയിൽ പോയത്, രാമനുമായിട്ട് ശണ്ട കൂടിയത്. തിരിച്ചറിഞ്ഞ മക്കൾ രാമൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പ് പറയുന്നു. മക്കളെ അച്ഛനെ ഏൽപ്പിച്ചു, ഇനി ഞാൻ അയോധ്യയിലേക്കില്ല, എൻ്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഭൂമിദേവിയുടെ മകളായിട്ട് അവതരിച്ചു, അതുകൊണ്ട് ഭൂമിദേവിയുടെ മടിത്തട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. ഭൂമി നെടുക പിളരുകയും സീതാദേവിയെയും കൊണ്ട് ഭൂമി മാതാവ് ഭൂമിക്കടിയിലേക്ക് പോകുന്നു. അതോടുകൂടി സീത തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ തൻ്റെ ദൗത്യം അവസാനിച്ച് ഭൂമിദേവിയുടെ മകൾ ഭൂമിദേവിക്കൊപ്പം പോകുന്നു. സിത എന്ന ഉഴവുചാലിൽ നിന്ന് ലഭിച്ച ആ പെൺകുട്ടി സീതാമാതാവായി സമസ്ത ലോകത്തിനും വെളിച്ചം വിതറി ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിലും സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ച് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും തൻ്റെ പതിയല്ലാത്തൊരു പരപുരുഷനെക്കുറിച്ച് ചിന്തിക്കാതെ പാതിവൃത്യത്തിൻ്റെയും നിർമ്മലതയുടെയും പ്രതീകമായ ലോകമെന്നും ആദരിക്കുന്ന മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവി തൻ്റെ രാമന് മുന്നിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചുവെങ്കിൽ രാമൻ മക്കളെയും കൊണ്ട് അയോധ്യയിലേക്ക് പോകുന്നു. മക്കളെ യഥാകാലം നന്നായി വളർത്തി അവർക്ക് രാജാധികാരം ഏൽപ്പിച്ചതിന് ശേഷം രാമൻ തൻ്റെ ജീവിത ദൗത്യം അവസാനിച്ചതായി മനസ്സിലാക്കുന്നു. ജീവിത ദൗത്യം അവസാനിച്ചാൽ ശരീരത്തെ ഉപേക്ഷിക്കണം. അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. കൊറോണ വൈറസ് പുറത്തു കടന്നപ്പോൾ ജീവനില്ല, അകത്ത് കയറിയാൽ ജീവൻ വെക്കും. 70 ലക്ഷം ആളുകളെ ഭൂമിയിൽ കൊന്നുകളഞ്ഞു. മരിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത് മരണം, അനിശ്ചിതത്വമുള്ളത് മരണം. നിശ്ചയമായിട്ടൊരു ദിവസം മരണം വരും, അനിശ്ചിതത്വമുണ്ട്, ഇതെപ്പോൾ വരും എന്നറിയില്ല. അവിടെയാണ് തൻ്റെ ജീവിത ദൗത്യം അവസാനിച്ചു, രാവണാദികളെ നിഗ്രഹിച്ചു, ഇന്ദ്രജിത്തിനെയും കുംഭകർണനെയും
എല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരത്തെ കുറച്ചിരിക്കുന്നു. ആയതിനാൽ മക്കൾക്ക് അധികാരമെല്ലാം കൈമാറ്റം ചെയ്ത് പാലാഴിവാസനായ ഭഗവാൻ സാഗരത്തിലേക്ക് ഇറങ്ങി വിഷ്ണുവിൽ ലയിച്ചു. സാഗരത്തിലേക്ക് ഇറങ്ങി സാഗരത്തെയാണ് പാലാഴി എന്ന് പറയുന്നത്. ആ പാലാഴിവാസനായ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്ര മഹാദേവൻ വിഷ്ണുവിൽ നിന്ന് വന്നു, വിഷ്ണുവിലേക്ക് ലയിച്ചു. അതിനു മുമ്പ് ലക്ഷ്മണൻ നമ്മുടെ വിശ്വാസപ്രകാരം അനന്തൻ്റെ ഒരു അവതാരമാണ്, അനന്തനിലേക്ക് ലയിച്ചു. തൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്ത ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും പുത്രനായിട്ട് മനുഷ്യനായി ജന്മമെടുത്ത് മനുഷ്യനെപ്പോലെ തന്നെ ജീവിച്ച് ആ രാമൻ ശ്രീരാമചന്ദ്ര മഹാദേവനായിട്ട് നമുക്കുള്ളിൽ എല്ലാ കാലത്തും വിളങ്ങുന്നു. ആ രാമൻ്റെ ക്ഷേത്രം തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടാണ് 500 വർഷക്കാലം ഹിന്ദുക്കൾ പടപൊരുതി 2022 ആ ഭവ്യമായ ക്ഷേത്രം, ഈ ഭാരതത്തിൻ്റെ ആത്മാവായ രാമൻ്റെ ക്ഷേത്രം നമുക്ക് തിരിച്ചു ലഭിച്ചതെന്ന് പറയുമ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മം എന്തോ അതാകുന്നു രാമൻ എന്താണോ അതാണ് ധർമ്മം എന്നറിയുക. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ. വനവാസകാലത്ത് ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ടതാണ് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. മേമുറി ഭരതക്ഷേത്രത്തിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരമാണ് എറണാകുളം, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലുള്ള മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക്. നാലമ്പല വഴിയിലെ 3ാമത്തെ ക്ഷേത്രമാണ് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചാലക്കുടി പുഴയോരത്തെ ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷ്മണസ്വാമി ശ്രീബലിബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട സ്ഥലമാണ് ഇതെന്ന് ഐതിഹ്യവും ചരിത്രവും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ക്ഷേത്രം. ചാലക്കുടി പുഴയോരത്തെ ലക്ഷ്മണ പെരുമാൾ തന്റെ കടുത്ത ഉപാസകനായിരുന്ന കരിമലക്കാട് മൂസദ് എന്ന ഭക്തന്റെ വീട്ടിലേക്കാണ് ശ്രീബലിബിംബത്തിൽ എഴുന്നള്ളിയത്. പിൽക്കാലത്ത് മൂസദിന്റെ വസതിയോട് ചേർന്ന് ഇന്ന് കാണുന്ന ക്ഷേത്രം പണിയുകയും മൂസദിന്റെ കൊട്ടാരം ശ്രീമൂലസ്ഥാനമായി പൂജിച്ചു പോരുകയും ചെയ്യുന്നു. നാലമ്പല ക്ഷേത്ര വഴിയിലെ 3ാമത്തെ ക്ഷേത്രമാണ് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം. ആലുവ മാള റൂട്ടിൽ പാറക്കടവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂഴിക്കുളം എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളി ഇവിടെ കുടികൊണ്ടു എന്നാണ് അത് ഐതിഹ്യം മാത്രമല്ല ചരിത്രം. ഇന്നും ഈ പല കുടുംബങ്ങളും അവിടെയുണ്ട്. അവിടുത്തെ ആളുകൾക്കും അറിയാം ഇങ്ങോട്ട് പോകുന്നതിൻ്റെ പല വഴികളും ദേശവഴികളും എല്ലാം ഉണ്ട്.
പ്രധാനമായിട്ട് പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന ലക്ഷ്മണസ്വാമി ക്ഷേത്രം ആണ്. ഇവിടെ പ്രധാനമായ വഴിപാട് പാൽപ്പായസമാണ്. ഭഗവാൻ അറിവും ഐശ്വര്യവും രോഗശാന്തിയും ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും ഈ അമ്പലത്തിൻ്റെ ഫലസിദ്ധി ആയിട്ട് ഞങ്ങൾ എടുത്തു പറയുന്ന കാര്യം. ഈ നാലമ്പല തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഒരുപാടായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും അന്നദാനം രാവിലെ 7 മണി മുതൽ തന്നെ 7 മണിക്കല്ല, രാവിലെ ഭക്തജനങ്ങൾ ഇവിടെ എത്തുമ്പോൾ മുതൽ തന്നെ അന്നദാനം ആരംഭിക്കുക. അത് ഇന്ന് കേരളത്തിൽ മുഴുവൻ പ്രസിദ്ധമാണ്. അതിനു വേണ്ടിയിട്ട് കഞ്ഞിയും കപ്പയുമാണ് ഇവിടെ നൽകുന്നത്. കപ്പ പ്രത്യേകം ഞങ്ങൾ നട്ടുവളർത്തുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അത് കേരളത്തിൽ മുഴുവൻ പ്രസിദ്ധമായിട്ടുണ്ട്. ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണ വട്ടത്തിൽ ഹനുമാൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ ദേവന്മാരും കുടികൊള്ളുന്നു. പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കത്തക്ക വിധം തെക്ക് കിഴക്ക് ഭാഗത്ത് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി ശാസ്താവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിമാർക്കു പിന്നിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലതുഭാഗത്തായി സർപ്പ സാന്നിധ്യവുമുണ്ട്. പടിഞ്ഞോട്ട് ദർശനമായി ചതുര ശ്രീകോവിലിൽ അഭീഷ്ടവരദായകനായി ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നു. കർക്കിടക മാസത്തിൽ നിരവധി ഭക്തരാണ് ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി മുളക്കുളത്തെ ക്ഷേത്രത്തിലെത്തുന്നത്.